മൈസൂരിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യേണ്ട കുറച്ച് ഫുഡ് ഐറ്റംസ് ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ കഴിഞ്ഞ ദസറ സമയത്ത് ഞാൻ മൈസൂരിൽ പോയ സമയത്ത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയ കുറച്ച് ഫുഡ് ഐറ്റംസ് ആണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ആദ്യത്തെ ഐറ്റമാണ് ഈ ഒരു മൈലാരി അഗ്രഹാരയിൽ കിട്ടുന്ന മൈസൂർ മസാല ദോശ. മൈസൂരിൽ മൊത്തം 7 സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഈ ഒരു ഹോട്ടൽ കാണാൻ പറ്റും. ബട്ടറും നമ്മൾ ഇതുവരെ കഴിക്കാത്ത മറ്റൊരു വെറൈറ്റി ആയിട്ടുള്ള മസാലയൊക്കെ ചേർത്തുള്ള ഒരു അടിപൊളി ദോശയാണിത്. രണ്ടാമത്തെ ഐറ്റമാണ് ഈ ഒരു അലി കോർണർ എന്ന് പറയുന്ന കടയിൽ കിട്ടുന്നതാണ് സാധനം. ഇതാണ് നമ്മുടെ ഐറ്റം. ഇതിന്റെ പേരാണ് മുംബൈ സർബത്ത്. ഇതും നിങ്ങൾ മൈസൂർ വന്നാൽ ഒരിക്കലെങ്കിലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. നിങ്ങൾക്ക് മധുരം ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും. അത്രമാത്രം ടേസ്റ്റ് ആണ്. ഫുൾ ക്രീമും പാലും അതിൻ്റെ കൂടെ സേമിയവും നട്ട്സും പിന്നെ വേറെ കുറേ സാധനങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഇവരിത് തരുന്നത്. അടിപൊളിയാണ്. നിങ്ങൾക്ക് ആ ഒരു ഫ്ലേവർ കുറേ കാലത്തേക്ക് എന്തായാലും ആ നാവിൽ ഉണ്ടാവും. അത്രമാത്രം ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഞാൻ കഴിച്ചതിൽ എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നിയൊരു സാധനം കൂടിയാണിത്. ആ നട്ട്സ് കൂടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുകയും അതിൻ്റെ കൂടെ ഇത് നമ്മൾ കഴിക്കുന്ന സമയത്ത് വല്ലാത്തൊരു ടേസ്റ്റാണ്. അപ്പം ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതിവിടെ വരുന്ന സമയത്തൊന്ന് ടേസ്റ്റ് ചെയ്യാൻ മറക്കരുത്. കടയുടെ പേര് അലി കോർണർ എന്നാണ്. നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ലൊക്കേഷൻ കിട്ടും. അടുത്തൊരു ഐറ്റമാണ് ഈ ഒരു ഹോട്ടൽ ഹനുമന്തിൽ കിട്ടുന്ന മട്ടൻ പുലാവ്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൈസൂർ ഒരുപാട് സ്ഥലങ്ങളിൽ ഇവർക്ക് ബ്രാഞ്ചുകളുണ്ട്. അവിടെ എവിടെ പോയാലും നിങ്ങൾക്ക് ഇത് കഴിക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ സാധനം. മട്ടൻ്റെ ഫ്ലേവർ മുകളിൽ തന്നെ കിട്ടുന്ന ഒരു മട്ടൻ പുലാവാണ്. നമ്മൾ ഈ റാവുത്തർ ബിരിയാണീൻ്റെ ഒക്കെ ഒരു കളറാണ് ഇതിനുള്ളത്. പിന്നെ അധികം മസാലയൊന്നും ചേർക്കാണ്ട് മട്ടൻ്റെ ആ ടേസ്റ്റ്, മട്ടൻ സ്റ്റോക്ക് നമുക്കിങ്ങനെ എടുത്ത് പിടിക്കുന്ന രീതിയിൽ ഉള്ളൊരു സംഭവമാണ്. എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. കാരണം അത്രമാത്രം ടേസ്റ്റ് ഉള്ള ഒരു സംഭവമാണ്. എനിക്ക് കഴിച്ചിട്ട് നല്ല ഇഷ്ടമായി. ഒരു സൂപ്പർ ഐറ്റം തന്നെയാണ് കേട്ടോ ഈ ഒരു സംഭവം. അടുത്തത് അവിടെ തന്നെ കിട്ടുന്ന ഒരു സ്വീറ്റാണ്. ത്രിവേണി സ്വീറ്റ് എന്നാണ് ഇതിന്റെ പേര്. ഫ്ലേവർ ആയിട്ടുള്ള ഐസ്ക്രീമും പിന്നെ നമ്മുടെ ഗുലാബ് ജാമുനും അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഉണ്ടാക്കി തരുന്ന ഒരു സംഭവമാണ്. അതും ഈ പറയുന്ന ഹോട്ടൽ ഹനുമന്തിൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇതാണ് ആ ഒരു ഐറ്റം. നമ്മുടെ ട്യൂട്ടി ഫ്രൂട്ടി പിന്നെ നമ്മുടെ മൈസൂർ പാക്ക്, ഗുലാബ് ജാമുന്, ഐസ്ക്രീം, പഴം, തേന് ഇതൊക്കെ കൂടെ ചേർത്തിട്ടാണ് ഇവരിത് ഉണ്ടാക്കുന്നത്. ഇതിനും നല്ല മധുരമാണ്. അപ്പം മധുരം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കൂടിയാണ് ഈ ഒരു ത്രിവേണി സ്വീറ്റ്സ് എന്ന് പറയുന്നത്. ഇതും നിങ്ങൾക്ക് ഹോട്ടൽ ഹനുമന്തിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു മട്ടൻ പുലാവൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അതിന്റെ മേലെ ഒരു സ്വീറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ്. മധുരം അത്ര താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. ഈ ഒരു ഐറ്റംസ് ഒക്കെ ഞാനിവിടെ മൈസൂർ ദസറയ്ക്ക് വന്ന സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. അപ്പൊ നിങ്ങൾ എപ്പോഴെങ്കിലും മൈസൂർ വരുന്ന സമയത്ത് ഇതൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കണം. പിന്നെ മൈസൂർ ദസറയുടെ ഒരു വീഡിയോ ഞാൻ എന്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ അതുകൂടി ഒന്ന് കാണാൻ മറക്കരുത്. അതിന്റെ ലിങ്ക് ഞാനിവിടെ പിൻ ചെയ്ത് കൊടുത്തേക്കാം. അപ്പൊ വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.